രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നരേന്ദ്രമോദിയുടെ കഷ്ടപ്പാടുകളാണ് ഇന്നത്തെ പ്രധാന വാർത്ത. മോദി വ്രതത്തിലാണ്. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുടെ മുഖ്യ യജമാനൻ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഭരണത്തലവൻ വ്രതത്തിലുമാണ്. പ്രധാനമന്ത്രി ചടങ്ങിന്റെ യജമാനനാകുന്നതും ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകാതെ പ്രതിഷ്ഠ നടത്തുന്നതും തെറ്റല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മോദി എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മുകളിൽ പറഞ്ഞതുപോലെ മോദി ഇന്ന് വ്രതത്തിലാണ്. ഇളനീരും കഴിച്ച് തറയിൽ കിടന്നാണ് മോദി വ്രതം നോൽക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. സത്യാവസ്ഥ മറ്റെന്തുമാവട്ടെ, രാമക്ഷേത്ര ചടങ്ങാണ് BJPയുടെ ഇപ്പോഴത്തെ തുറുപ്പുചീട്ട്. അതിനുള്ള ഒരുക്കങ്ങളാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി എന്തൊക്കെയാണ് മോദി ചെയ്യുന്നതെന്ന് നോക്കാം. പ്രതിഷ്ഠാ ദിനം രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സരയൂ നദിയിൽ സ്നാനം ചെയ്യും. രാംപഥിലൂടെയും ഭക്തിപഥിലൂടെയും രാമജന്മഭൂമിയിലേക്ക് നടക്കും. 2 കിലോമീറ്ററോളം മോദി നടന്നു പോകുമെന്നാണ് വിവരം. തുടർന്ന് ഹനുമാൻഗണ്ഡി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഉച്ചയ്ക്ക് 12:20 പ്രതിഷ്ഠാ ചടങ്ങ് തുടങ്ങും. 84 സെക്കൻഡാണ് അഭിജിത്ത് മുഹൂർത്തം. 1 മണിയോടെ ചടങ്ങ് പൂർത്തിയാകും. ഇതൊക്കെയാണ് 22 നടക്കുന്ന പരിപാടികൾ. ഏതായാലും യമനിയമങ്ങൾ പാലിച്ച് 11 ദിവസത്തെ വ്രതവും നോറ്റ് പ്രതിഷ്ഠാ ചടങ്ങ് മാത്രം ചിന്തിച്ചു നടക്കുകയാണ് മോദി. ഈ സമയം രാജ്യത്ത് അണുബോംബ് വർഷിച്ചാൽ പോലും മോദി അനങ്ങില്ലെന്ന് സാരം. പലയിടത്തും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ മോദി അറിയുന്നുണ്ടോ ആവോ? അറിഞ്ഞിട്ടും കാര്യമില്ല, മോദി വ്രതത്തിലാണ്. അതേസമയം പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് 22-ന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് പകുതി ദിവസത്തെ അവധി വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണം കാണുന്നതിനും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും കേന്ദ്ര മന്ത്രാലയങ്ങൾ, സ്ഥാപനങ്ങൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്ക് ഉച്ചയ്ക്ക് 2:30 വരെയാണ് അവധി നൽകിയിട്ടുള്ളത്. കോടതികൾക്ക് അവധി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് ബാർ കൗൺസിൽ കത്ത് നൽകിയിരുന്നു. ഇതിനിടയിൽ പ്രാണപ്രതിഷ്ഠയുടെ വിജയകരമായ നടത്തിപ്പിന് പോലീസ് വിവിധ മതവിഭാഗങ്ങളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പ്രതിഷ്ഠാ ദിനം പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ കേന്ദ്രമന്ത്രിമാരോടും BJP നേതാക്കളോടും മോദി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠാ ദിനത്തിന് ശേഷം ജനങ്ങൾക്കൊപ്പം ട്രെയിനിലെത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്താനും മോദി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തീർത്ഥാടനം സുഗമമാക്കാൻ അയോധ്യയിലെയും സമീപ പ്രദേശത്തെയും കാലാവസ്ഥ വിശദീകരിക്കുന്ന പ്രത്യേക വെബ് പേജ് IMDയും സജ്ജമാക്കി കഴിഞ്ഞു. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര നിർമ്മാണത്തിന് ആകെ ചെലവ് 1800 കോടി രൂപയാണ്. സർക്കാരിന്റെ സഹായമോ പൊതുഖജനാവിൽ നിന്നുള്ള പണമോ ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ക്ഷേത്ര നിർമ്മാണ സമിതി അധ്യക്ഷൻ നിപേന്ദ്ര മിശ്ര തള്ളിക്കളഞ്ഞിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനുള്ള പണം പൂർണ്ണമായും ഭക്തരിൽ നിന്ന് സമാഹരിച്ചതാണ്. 2500 കോടി രൂപ ഇതിനോടകം ലഭിച്ചു. ചെറിയ സംഭാവനകളായി ധനസമാഹരണം നടത്തിയത് ക്ഷേത്രം രാജ്യത്തിന്റെ സ്വത്താണെന്ന സന്ദേശം നൽകാനാണെന്നും കേന്ദ്രം വാദിക്കുന്നുണ്ട്.